എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 130, 131, 132 എന്നീ 3 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പവൃത്തം തന്നെയാണുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്, കുറച്ച് ദിവസമായി പറഞ്ഞു നിർത്തിയ കഥ മുരാസുരനെ ഭഗവാൻ വധിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം, അതായത് നരകാസുരൻ്റെ കൊട്ടാരത്തിലേക്ക് സത്യഭാമയും ശ്രീകൃഷ്ണനും കൂടി ഗരുഡൻ്റെ പുറത്ത് കയറി വരികയുണ്ടായി. അവിടെ വച്ചിട്ടാണ് മുരാസുരനെ വധിച്ചത്. അതിനുശേഷം ഭൗമൻ അഥവാ നരകാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ പുറപ്പാടാണ് വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 130ാമത്തെ ശ്ലോകം നോക്കാം. മുരം ഹതമുപശ്രുത്യ നരകഃ ക്രോധമൂർച്ഛിത കരിണഃ കൽപ്പയാമാസ സിന്ധുജാൻ മൃത്യുസന്നിഭാൻ. വളരെ കുറച്ച് പദച്ഛേദം മാത്രമേ പറയാനുള്ളൂ. മുരം ഹതം ഉപശ്രുത്യ നരകഃ ക്രോധമൂർച്ഛിത കരിണ കൽപ്പയാമാസ സിന്ധുജാൻ മൃത്യുസന്നിഭാൻ. ആദ്യത്തെ വരിയിൽ മാത്രമേ ഉള്ളൂ പദച്ഛേദം പറയാൻ, ബാക്കിയൊക്കെ ഒറ്റ വാക്കുകളാണ്. ഇവിടെ നരകാസുരൻ എന്താ ചെയ്തത്? മുരാസുരനെ വധിച്ചു എന്നുള്ള വാർത്ത നരകാസുരൻ കേട്ടു. മുരാസുരനാണല്ലോ കോട്ടക്കാവൽക്കാരൻ. ആ മുരാസുരൻ്റെ മരണം അല്ലെങ്കിൽ വധം നരകാസുരനെ വല്ലാതെ പരിഭ്രമിപ്പിച്ചു. അതാണ് നരക, ഇങ്ങനെയാണ് അതിൻ്റെ അന്വയം തുടങ്ങുന്നത്. നരക എന്ന് പറഞ്ഞാൽ നരകാസുരൻ എന്നർത്ഥം. ആ നരകാസുരൻ ഹതം മുരം ഉപശ്രുത്യ, ഹതം മുരം എന്ന് പറഞ്ഞാൽ മുരൻ മരിച്ചു എന്ന് കേട്ടിട്ട്, മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു, ഭഗവാന്റെ ആയുധങ്ങളെ കൊണ്ട് മുരാസുരൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ, ഉപശ്രുത്യ അതായത് കോട്ട കുറച്ച് ദൂരെയാണല്ലോ, മുരാസുരനെ വധിച്ചു എന്നുള്ളത് അവിടെ നിന്നുള്ള വാർത്ത രാജാവിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ക്രോധമൂർച്ഛിത, അയാൾക്ക് കഠിനമായിട്ട് ദേഷ്യം വന്നു. ക്രോധം കൊണ്ട് മൂർച്ഛ ഉണ്ടാവുക. മൂർച്ഛ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ബോധക്ഷയത്തിനെയാണ് മൂർച്ഛ എന്ന് പറയാം. പിന്നെ എന്താണ് ചെയ്യണത്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊന്നും അറിയില്ല. ക്രോധം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വരാറുണ്ട്. അതല്ലാതെ മൂർച്ഛ വരും. മൂർച്ഛ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ബോധക്ഷയമാണ്. ഇവിടെ നരകാസുരന് ക്രോധം കൊണ്ട് വന്ന മൂർച്ഛയാണ്. അപ്പോൾ ദേഷ്യപ്പെട്ട് അയാൾ എന്തൊക്കെയോ ചെയ്യാണ്. ശ്രീകൃഷ്ണനെയും അതുപോലെ സത്യഭാമയെയൊക്കെ കൊട്ടാരത്തിലേക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ക്രോധ മൂർച്ഛ സംഭവിച്ചവനായിട്ടുള്ള നരകാസുരൻ മൃത്യുസന്നിഭാൻ സിന്ധുജാൻ കരിണ കൽപ്പയാമാസ. കരിണ, കരികൾ എന്ന് പറഞ്ഞാൽ, കരി എന്ന് പറഞ്ഞാൽ ആന എന്നാണ് അർത്ഥം. കരമസ്യ വിശിഷ്ടം കരമസ്യ അസ്തി ഇതി കരി, അതായത് വിശിഷ്ടമായിട്ടുള്ളൊരു കൈയുള്ളവൻ, തുമ്പിക്കൈയുള്ളവൻ, അതിനെയാണ് കരി എന്ന് പറയുന്നത്. കരിണ, കരി എന്നുള്ളത് നകാരാന്ത ശബ്ദമാണ്. കരിണ എന്ന് പറഞ്ഞത് ബഹുവചനാണ്. എങ്ങനെയുള്ള കരികളെയാണ് നിർത്തിയത്? മൃത്യുസന്നിഭാൻ. മൃത്യു എന്ന് പറഞ്ഞാൽ മരണമാണ്. ആ ആനകളെ കാണുന്നത് മരണത്തിന് തുല്യമാണ്. അതാണ് മൃത്യുസന്നിഭാൻ. ഈ ആനയുടെ മുമ്പിൽ പെട്ടാൽ പിന്നെ ജീവൻ തിരിച്ചു കിട്ടുകയില്ല. അത്രയ്ക്ക് ഭയങ്കരന്മാരായിട്ടുള്ള, അത്രയ്ക്ക് ആക്രമണകാരികളായിട്ടുള്ള ആനകളുടെ, ഏത് നാട്ടിലെ ആനകളാണ്? സിന്ധുജാൻ, സിന്ധുദേശത്ത് നിന്ന് കൊണ്ടുവന്നതായ, സിന്ധുദേശത്ത് ജനിച്ചവയായിട്ടുള്ള, നരകാസുരൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നതായ വലിയ വലിയ ആനകൾ. അവയെ എന്ത് ചെയ്തു? കൽപ്പയാമാസ, യുദ്ധത്തിനായിട്ട് തയ്യാറാക്കി നിർത്തി എന്നർത്ഥം. അതായത് സിന്ധുരാജ്യത്തിലെ കുതിരകളെ പറ്റിയിട്ട് എപ്പോഴും കേൾക്കാറുണ്ട്. സിന്ധുജ വാജിരൂപ എന്നൊക്കെ നാരായണീയത്തിൽ പറയുന്നുണ്ട്. കേശി ഒരു കുതിരയായിട്ട് വന്നപ്പോൾ സിന്ധുജ ആയിട്ടുള്ള, സിന്ധുദേശത്ത് ജനിച്ച കുതിരയായിട്ടാണ്. അത്രയ്ക്ക് ഒന്നാന്തരം കുതിരകളാണ്. എല്ലാം കൊണ്ടും, ആരോഗ്യം കൊണ്ടും കഴിവ് കൊണ്ടും ഒക്കെ മിടുക്കന്മാരായിട്ടുള്ള കുതിരകളാണ് അത്ര സിന്ധു രാജ്യത്തുള്ളത്. ഇവിടെ സുകുമാരകവിയുടെ വർണ്ണനയിൽ നിന്ന് ആനകളും അതുപോലെ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നല്ല പരിശീലനം ലഭിച്ച, ട്രെയിൻഡ് ആയിട്ടുള്ള ആനകളെ യുദ്ധത്തിന് തയ്യാറാക്കി അവിടെ നരകാസുരൻ നിർത്തി എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കരിണ കൽപ്പയാമാസ, എല്ലാവരെയും തയ്യാറാക്കി നിർത്തി. എന്നിട്ട് 131ാമത്തെ ശ്ലോകം നോക്കൂ. ബന്ധീകൃതാഭിസ്വഗൃഹേ പാണിഗ്രഹണവാഞ്ഛയാ മനസാ രാജപുത്രീഭി ശപ്യമാനസ നിർയയൗ. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. ബന്ധീകൃതാഭി സ്വഗൃഹേ പാണിഗ്രഹണവാഞ്ഛയാ മനസാ രാജപുത്രീഭി ശപ്യമാന സ നിർയയൗ. ഇവിടെയും പദച്ഛേദം അധികമൊന്നുമില്ല. നമുക്ക് അന്വയത്തിലേക്ക് കടക്കാം. സ്വഗൃഹേ, ആ നരകാസുരൻ പോയപ്പോൾ
തൻ്റെ കൊട്ടാരത്തിലെ കുറേ സ്ത്രീകൾ അവരെന്താ ചെയ്തത് എന്ന് പറയാണ്. സ്വഗൃഹേ തൻ്റെ കൊട്ടാരത്തിലെ പാണിഗ്രഹണവാഞ്ഛയാ ബന്ധീകൃതാഭി രാജപുത്രീഭി, കൊട്ടാരത്തിൽ കുറേ പെൺകുട്ടികളെ താമസിപ്പിച്ചിട്ടുണ്ട്, രാജകുമാരിമാർ. അതാണ് ബന്ധീകൃതാഭി രാജപുത്രീഭി, രാജപുത്രികളാണ് അവർ. പലയിടത്തുമുള്ള രാജാക്കന്മാരുടെ മക്കളാണ് പെൺകുട്ടികൾ. അവരെ ബന്ധീകൃതം ആക്കുക എന്ന് പറഞ്ഞാൽ അവരെ അവിടെ അടച്ചിടുക, അവരെ ബന്ധനസ്ഥരാക്കിയിട്ട് നിർത്തിയേക്കാണ്. എന്തിനായിരുന്നു അവിടെ അങ്ങനെ നിർത്തിയത്? പാണിഗ്രഹണവാഞ്ഛയ, അവരെയൊക്കെ വിവാഹം കഴിക്കും തൻ്റെ പത്നിമാരാക്കാൻ വേണ്ടിയിട്ട്. ആ കൊട്ടാരത്തിൽ തന്നെ പലദിക്കിലായിട്ട് ജയിൽ പോലെയുള്ള സ്ഥലങ്ങളിൽ, കാരാഗ്രഹങ്ങളിൽ പാർപ്പിച്ചിട്ടുള്ളതായ രാജകുമാരിമാർ, അതാണ് ബന്ധീകൃതാഭി രാജപുത്രീഭി മനസാശപ്യമാന. അവരെല്ലാവരും കൂടി എന്താ ചെയ്തത്? മനസ്സുകൊണ്ട് അയാളെ ശപിച്ചു. എന്തായിരിക്കും ശാപം? ഇയാളൊന്നും ജയിക്കരുതേ, അയാളെ ശ്രീകൃഷ്ണൻ വധിക്കണേ, താനൊന്നും ജയിക്കില്ല യുദ്ധത്തിൽ എന്നൊക്കെ ആയിരിക്കുമല്ലോ ശപിച്ചിട്ടുണ്ടാവുക. അവരെ വളരെ കാലങ്ങളായിട്ട് അവിടെ കാരാഗ്രഹത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അതായത് ഈ ഏറ്റവും കുതന്ത്രങ്ങളുള്ള രാജാക്കന്മാർ അവരവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുമല്ലോ. അതിലൊന്നാണ് പെൺകുട്ടികളെ വിവാഹം കഴിക്കുക, അവിടെ ബന്ധനസ്ഥരാക്കിയിട്ട് തൻ്റെ കൊട്ടാരത്തിൽ തന്നെ പാർപ്പിക്കുക. അതിനുശേഷം സ്വേച്ഛയ്ക്കനുസരിച്ച് വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള വീഴ്ചകൾ നടത്തുകയൊക്കെ ചെയ്യുക. അപ്പോൾ അവർക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. അവർ കാലങ്ങളായിട്ട് അങ്ങനെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പെൺകുട്ടികളാണ്. അവരെന്ത് ചെയ്തു? മനസ്സുകൊണ്ട് ശപിച്ചു, ഇയാളെ അങ്ങോട്ട് ശപിച്ചു. ഇയാൾക്ക് എന്ത് നാശം തന്നെ ഉണ്ടാവട്ടെ, ശ്രീകൃഷ്ണനുമായിട്ടുള്ള യുദ്ധത്തിൽ അയാൾ മരിച്ചു പോവട്ടെ എന്നൊക്കെ മനസ്സുകൊണ്ട് ശപിക്കപ്പെട്ടവനായിട്ട് മനസാ ശപ്യമാന സ നിർയയൗ, അങ്ങനെയുള്ള നരകാസുരൻ യുദ്ധത്തിനായിട്ട് നിർയയൗ പുറത്തേക്ക് പോയി. നിർജഗാമ, ശ്രീകൃഷ്ണനുമായിട്ട് ഏറ്റുമുട്ടാൻ പുറത്തേക്ക്, അതായത് കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി എന്ന് ഇവിടെ പറയണത്. നമുക്ക് 132 ശ്ലോകം കൂടി നോക്കാം. ഘടാഭിർഘനകൽപാനാം ഗജാനാം മദവർഷിണാം യോദ്ധുമാരബ്ധ സംക്രുദ്ധോ ഭൗമോ ഭീമപരാക്രമ. ആദ്യം പദച്ഛേദം പറയാം. ഘടാഭി ഘനകൽപാനാം ഗജാനാം മദവർഷിണാം യോദ്ധും ആരബ്ധ സംക്രുദ്ധ ഭൗമ ഭീമപരാക്രമ. ചിലതിലൊക്കെ വിസർഗസന്ധി മാത്രമേ ഉള്ളൂ. താഴെയൊക്കെ സംക്രുദ്ധോ ഭൗമോ എന്നുള്ളതൊക്കെ വിസർഗരൂപത്തിലേക്ക് മാറ്റം വേണ്ടു. ഇവിടെ എന്താണ് ഭൗമനെ പറ്റി? ഭൗമൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുത്രനാണ്. ആദ്യമേ പറഞ്ഞുവല്ലോ, വരാഹാവതാരത്തിലെ ഭൂമിയെ തേറ്റയിൽ വെച്ച് ഭഗവാൻ കൊണ്ടുവന്നപ്പോൾ ഭൂമിദേവിയിലുണ്ടായ പുത്രനാണ് ഈ നരകാസുരൻ. അതുകൊണ്ട് ഭൗമൻ എന്നാണ് പല സമയത്തും നരകാസുരനെ വിളിക്കുന്നത്. ഭൗമാപാഹൃത കുണ്ടലം എന്ന് നാരായണീയത്തിൽ പറയുന്നുണ്ട്. അതിഥിയുടെ, ദേവന്മാരുടെ മാതാവായിട്ടുള്ള അതിഥിയുടെ കുണ്ടലം ഈ നരകാസുരൻ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു തുടങ്ങിയിട്ടുള്ള കഥകളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഭൗമം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഭൂമിയുടെ പുത്രൻ, ഭൗമഹ, ഭൂമിയുടെ മകനായിട്ടുള്ള ആ നരകാസുരൻ. അയാൾ എങ്ങനെയായിരുന്നു? സംക്രുദ്ധ ഭീമപരാക്രമ. സംക്രുദ്ധ, വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് തൻ്റെ ഏറ്റവും വലിയ കാത്തുസൂക്ഷിപ്പ് നടത്തുന്ന ദ്വാരപാലകനായിട്ടുള്ള മുരാസുരനെ വരെ ശ്രീകൃഷ്ണൻ വധിച്ചു. പിന്നെ എങ്ങനെ ദേഷ്യം വരാതിരിക്കുക? അവിടേക്ക് തൻ്റെ കൊട്ടാരത്തിലേക്ക് ആക്രമിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ദേഷ്യത്തോടു കൂടിയിട്ട് വളരെയധികം ക്രുദ്ധനായിട്ട് എന്ത് ചെയ്തു? ഭീമപരാക്രമ ഭൗമ, ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ആ ഭൗമൻ നരകാസുരൻ. മദവർഷിണാം ഘനകൽപാനാം ഗജാനാം ഘടാഭി. ഗജാനാം ഘടാഭി, ഗജം ആന, ആനകളുടെ കൂട്ടം. ആദ്യമേ പറഞ്ഞുല്ലോ കൊലകൊമ്പന്മാരെയൊക്കെ നിരത്തി നിർത്തി എന്നുള്ളത്. ആ ആനകളുടെ ഘട എന്ന് പറഞ്ഞാൽ കൂട്ടമാണ്, സമൂഹം. ഘടാഭി, ആനകളുടെ സമൂഹത്തോടു കൂടിയിട്ട് യോദ്ധം ആരബ്ധ, യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. എങ്ങനെയുള്ള ആനകളാണ്? മദവർഷിണാം ഘനകൽപാനാം ഗജാനാം. മദവർഷികളാണ്, അതായത് സാധാരണ ആനകൾക്ക് തന്നെ നല്ല ദേഷ്യം ഉണ്ടാവും. പാപ്പാന്മാരൊന്നും അല്ലാത്ത ആൾക്കാരെ അടുത്തേക്ക് വരാനൊന്നും ആന സമ്മതിക്കില്ല. ഇത് നല്ലവണ്ണം മതമിളകിയ ആനകളാണെന്നാണ് പറയുന്നത്. അതാണ് മദവർഷിണാം ഘനകൽപ്പാനം. മതമിളകി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഘനം, മേഘം പോലെ വർഷിക്കുന്നവയായ, മതം വർഷിക്കുകയാണ്. മതജലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ക്രുദ്ധരായ കൊലകൊമ്പന്മാരായിട്ടുള്ള ആനകളെ കൊണ്ട് അവരുടെ അടുത്തേക്ക് ആര് ചെന്നാലും ആക്രമിക്കും. പ്രത്യേകിച്ച് മതപ്പാടുള്ള ആനകളാണ്. അവരെയൊക്കെ കൂട്ടി നിർത്തിയിട്ട് യോദ്ധം ആരബ്ധ, യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ സാധാരണ ആനകളെയൊന്നുമല്ല, സാധാരണ കുതിരകളെയല്ല, നല്ല കഴിവുള്ള
സിന്ധുദേശത്ത് നിന്ന് ജനിച്ചവയായിട്ടുള്ള ആക്രമണകാരികളായിട്ടുള്ള മതപ്പാടുള്ള ആനകളെയും കൊണ്ടാണ് നരകാസുരൻ ശ്രീകൃഷ്ണന് നേരെ യുദ്ധമഴിച്ചുവിട്ട് വന്നിരിക്കുന്നത്. ഇനി യുദ്ധത്തിൽ ബാക്കി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്ന് ഈ 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. മുരം ഹതമുപശ്രുത്യ നരകഃ ക്രോധമൂർച്ഛിത കരിണഃ കൽപ്പയാമാസ സിന്ധുജാൻ മൃത്യുസന്നിഭാൻ ബന്ധീകൃതാഭിസ്വഗൃഹേ പാണിഗ്രഹണവാഞ്ഛയാ മനസാ രാജപുത്രീഭിः ശപ്യമാനഃ സ നിർയയൗ ഘടാഭിർഘനകൽപാനാം ഗജാനാം മദവർഷിണാം യോദ്ധുമാരബ്ധസംക്രുദ്ധോ ഭൗമോ ഭീമപരാക്രമ. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. നല്ല വീരരസപ്രധാനമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.